വയനാട് കള്ളാടിയിൽ ഇന്നലെ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ മണ്ണിനടിയിൽപ്പെട്ട ബസ് ഉയർത്തുകയാണ്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് വയനാട് കള്ളാടിയിൽ ഈ വലിയ ദുരന്തമുണ്ടായത്, മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിലാണ് ഈ ടൂറിസ്റ്റ് ബസ് മണ്ണിനടിയിൽ പെടുകയായിരുന്നു. ഈ ബസ്സാണ് ഇപ്പോൾ രക്ഷാസേന ഉയർത്തുന്നത്. ഇനിയും 5 പേരെ കണ്ടെത്താനുണ്ട്. അതിനുവേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയം മുൻപ് അവിടെ ദുരന്തപ്രദേശം സന്ദർശിച്ചിരുന്നു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആളുകളെയും സന്ദർശിച്ചിരുന്നു. ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ളൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം മഴ മുന്നറിയിപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരുവിധ ക്രമീകരണങ്ങളോ ഏർപ്പെടുത്തിയിരുന്നില്ല. ഇന്നലെ ഈ ദുരന്തമുണ്ടായതിന് ശേഷം മാത്രമാണ് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് തന്നെ പ്രഖ്യാപിച്ചത്. 2 ദിവസമായി വയനാട്, കോഴിക്കോട് ജില്ലകളിൽ അതിശക്തമായ മഴയായിരുന്നു. ഈ അതിശക്തമായ മഴ മുന്നറിയിപ്പോ യാതൊരുവിധ ക്രമീകരണങ്ങളോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം, മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മറ്റ് മന്ത്രിമാർ പ്രതികരിച്ചത് ഇത് പ്രകൃതി ദുരന്തമല്ല, മനുഷ്യനിർമ്മിത ദുരന്തമെന്നാണ്. കൊങ്കൺ റെയിൽവേയുടെയും കരാറുകാരുടെയും മേൽ പഴിചാരി രക്ഷപ്പെടുന്ന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയുമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. കരാറുകാർ മണ്ണ് മാറ്റാത്തതാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടിയതെന്നാണ് സർക്കാരിൻ്റെ വാദം. എന്നാൽ അവിടെയുള്ള നാട്ടുകാരൊക്കെ വിശദീകരിച്ചത് ഇത് മലയിടിഞ്ഞതാണ്, മണ്ണിടിഞ്ഞ് വന്നത് എന്നാണ്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇനിയും 5 പേരെ കണ്ടെത്താനുണ്ട്. നിലവിൽ 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല. NDRF സംഘത്തിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടെയാണ് ഇപ്പോഴും ആ 5 പേർക്കായുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നത്. ശക്തമായ ഏകദേശം 400 മീറ്ററിലധികം വിസ്തൃതിയിൽ ഈ മണ്ണും ചെളിയും മൂടിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമാകുന്നുണ്ട്. അവിടെ നിന്നും ഇപ്പോൾ ജോഷില കൂടി ചേരുന്നുണ്ട്. ജോഷില, ഇപ്പോഴും അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവിടെ നിർത്തിയിട്ടിരുന്ന ഈ ടൂറിസ്റ്റ് ബസ്സിന് മുകളിലേക്കാണ് ഈ മണ്ണ് വന്ന് വീണ് മൂടിയത്. ഇപ്പോൾ ആ ബസ് ഉയർത്താനുള്ള ശ്രമം അവിടെ പുരോഗമിക്കുകയാണല്ലേ? തീർച്ചയായും ബസ് ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ തൊഴിലാളികൾ ആയിരുന്നു ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ കമ്പനിയുടെ തന്നെ ബസ്സാണ്, അതായത് നിർമ്മാണ കമ്പനിയുടെ ബസ്സാണ്. എന്നാൽ ഇതിൽ നിന്നും തൊഴിലാളികൾ തെറിച്ചു പോയതാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ആ ബസ്സാണ് ഇപ്പോൾ ഉയർത്താനുള്ള ശ്രമം നടത്തുന്നത്. നല്ല കുത്തിയൊലിച്ചു പോകുന്ന പുഴയാണ് മീനാക്ഷി പുഴയിൽ. അത്രയേറെ ശക്തമായ രീതിയിൽ വെള്ളം ഇപ്പോൾ ഒഴുകുന്നുണ്ട്. അതിനിടയിൽ കൂടെ മീനാക്ഷി പാലത്തിൽ നിന്ന് നേരത്തെ മണ്ണ് നീക്കം ചെയ്തിരുന്നു. പാലത്തിന് നേരെ താഴെയാണ് ഈ ബസ് കിടക്കുന്നത്. ബസ് ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സാഹസികമായി തന്നെ ബസ് ഉയർത്താനുള്ള ശ്രമമാണ് NDRF ടീം ഇപ്പോൾ ഫയർഫോഴ്സും NDRF ടീമും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ക്രെയിനിൽ തന്നെ ആളുകളെ ഇറക്കി ആ പുഴയിൽ നിന്നും ബസ് ഉയർത്താനുള്ള ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോഷില, ഇപ്പോഴും അവിടെ ഒരു മഴ തുടരുന്ന സാഹചര്യമാണോ? ഈ 5 പേർക്കായുള്ള തിരച്ചിൽ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ സമയം ഏകദേശം ഇരുട്ടാകാറായി. ഏകദേശം 7 മണിയോടടുക്കുന്നു. ഈ രാത്രി വൈകിയും ഈ രക്ഷാപ്രവർത്തനം തുടരുന്നൊരു സാഹചര്യമാണോ? രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഇതുവരെ NDRFന്റെ പ്രവർത്തകർ. എന്നാൽ ഇപ്പോൾ ബസ് ഉയർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നതായാണ് നമുക്ക് മനസ്സിലാവുന്നത്. തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ബസ് ഉയർത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ബസ്സിന് ഇടയിലോ അല്ലെങ്കിൽ ബസ്സിന്റെ അടിയിലോ ആയി ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നോക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ബസ് ഉയർത്താനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും അതിസാഹസികമായുള്ള ഒരു പ്രവർത്തനം എന്ന് വേണം പറയാൻ. നല്ല ശക്തിയിൽ പുഴ ഒഴുകുന്ന സമയമാണ്. പുഴ വളരെ ശക്തിയോടുകൂടി ഒഴുകുന്ന സമയം കൂടിയാണ്. വളരെ സാഹസികമായാണ് ബസ് ഉയർത്താനുള്ള ശ്രമം നടക്കുന്നത്.